നാട്ടിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും നിയമലംഘനങ്ങളും കുറയ്ക്കാൻ പ്രത്യേക ബോർഡുകൾ സ്ഥാപിക്കുന്ന ആശയവുമായി യുവാവ്. തിരൂർ BP അങ്ങാടി സ്വദേശി തയ്യിൽ ബാവാസാണ് നിയമലംഘനങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാനും നടപടിയെടുക്കാനുമുള്ള പദ്ധതി നിർദ്ദേശവുമായി മലപ്പുറത്ത് വാർത്താസമ്മേളനം നടത്തിയത്. നാട്ടിൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും പൊതുജനങ്ങൾ ജാഗ്രത പാലിച്ച് റിപ്പോർട്ട് ചെയ്താൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ബാവാസ് പറയുന്നു. നാട്ടിൽ ഒരു നിയമലംഘനം കാണുമ്പോൾ അത് ആരെ വിളിച്ചറിയിക്കണമെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ഇതിനു പരിഹാരമായി വ്യാപകമായി പ്രത്യേക ബോർഡുകൾ സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട നമ്പറും ആദ്യ വിവരം നൽകുന്നവർക്ക് ഒരു നിശ്ചിത തുക സമ്മാനമായി നൽകുമെന്നുള്ള അറിയിപ്പ് പ്രചരിപ്പിക്കണമെന്നാണ് ബാവാസിന്റെ നിർദ്ദേശം. വിവരം നൽകുന്നവർക്കുള്ള സമ്മാനത്തുക ഇത്തരം കേസുകളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന പിഴകളിൽ നിന്ന് ഈടാക്കണം. എല്ലാ ഭാഗത്തും ഇത്തരം ബോർഡുകൾ കാണുന്നത് നാട്ടുകാർക്ക് ഉടനെ വിളിക്കാനുള്ള പ്രചോദനം നൽകും. അതോടൊപ്പം ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കും ലഹരി ഇടപാടുകാർക്കും വലിയൊരു മുന്നറിയിപ്പാകുമെന്നും ബാവാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് എപ്പോഴും ഒരു കൊടുക്കാൻ നമുക്കൊരു അത് വരുന്നുണ്ട്. പിന്നെ ഭയല്ലേ ചെയ്യാം. ഇപ്പൊ നമ്മളൊരാളെ ഉറ്റുമ്പോ ഒരു ഭയമാണ്. ആരാണ് ഉറ്റി എന്നുള്ളത് ചിലപ്പോൾ അവൻ അറിയാവുന്നുള്ളൊരു പേരുണ്ട്. അങ്ങനെ കുറെ കൊലപാതകം നടന്നിട്ടുണ്ട് കേരളത്തിൽ. ഇതാരാ ചെയ്യുന്നൊന്നും അറിയില്ല. പിന്നെ ഈ വെക്കണവർക്ക് ഒരു ഭയം വരും. ഇപ്പൊ ആൻസുക്കാത്ത കടകളുണ്ട് പറയാം. ഇപ്പൊ നമ്മളവിടെ ഒരാൾ പോയിട്ട് ഒരു ഫോണിൽ അറിയാവുന്ന ആളെ വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത്തൊക്കെ വലിയൊരു ആയുധമുള്ള ഫോണെന്നല്ല. ഒരു 3 ദിവസത്തിനുള്ളിൽ ആളെ നോക്കിയാൽ അന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ പോലീസ് ചിലപ്പോൾ നമ്മളാണെന്നുള്ള അറിയാം. 3 ദിവസത്തിനുള്ളിൽ നോക്കിയാലും അറിയില്ല. പിന്നെ ഇതിലാൻ പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ ഞാൻ വേറെ ആളൊരു വിഷയത്തിൽ പോലീസുകാർ ഒറ്റ സംഭവം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഇത് ആ ജില്ലക്കാരൊക്കെ ഇരുന്നത് പുറത്തുള്ള രണ്ടാളെ വെച്ച് പിന്നെ ഇത് ചിലപ്പോൾ ഇവർ അറിഞ്ഞാരെങ്കിലാണെങ്കിൽ അവരോട് വിവരം കൊടുത്തു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മേൽപ്പാലത്തോടൊപ്പം ഇരട്ട ഇരുമ്പുപാലം, വട്ടപ്പാറയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുമായി ബാവാസ് നേരത്തെ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.